ഹായ്, ജീവിതത്തിൽ ആദ്യമായിട്ട് മഡ് വോൾക്കാനോ കണ്ട എക്സ്പീരിയൻസും അപ്പോഴുണ്ടായ മൈൻഡ് തോട്ട്സും ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അസർബൈജാൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് 3-ാമത്തെ ദിവസം പോയിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് ഗോബുസ്ഥാൻ. ഗോബുസ്ഥാനിലാണ് മഡ് വോൾക്കാനോസ്. ഇത് കണ്ടോ, നമ്മൾക്ക് അവിടെ കിട്ടിയിട്ടുള്ള കാറായിരുന്നു. അപ്പോൾ ഈ കാറിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് കുറച്ചും കൂടി കുഷൻ എഫക്റ്റൊക്കെ ഉള്ള കാറാണ്. ഇങ്ങനത്തെ കാറിൽ മാത്രമേ അവിടേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ലാൻഡ് റോവറൊക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ബാക്കിയുള്ള കാറുകളൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനത്തെ പഴയ റഷ്യയിൽ നിന്നുള്ള പഴയ പാട്ട വണ്ടികൾ, ലഡാക്ക് വണ്ടികളുണ്ട്, അതിൽ കയറിയാണ് നമ്മൾ പോകാനുള്ളത്. 5 മനാത്താണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. 5 മനാത്ത് എന്ന് പറയുമ്പോഴേക്കും ഒരു 250 രൂപ ഒരാൾക്ക്. അപ്പോൾ ഗോബുസ്ഥാൻ പോകുന്ന വഴിയാണിത്. നമ്മൾ മഡ് വോൾക്കാനോസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ലോകത്തുള്ള മാക്സിമം നമ്പർ ഓഫ് മഡ് വോൾക്കാനോസ്, അതായത് മോർ ദാൻ 50, അറൗണ്ട് 60-70% മഡ് വോൾക്കാനോസ് അസർബൈജാനിലാണുള്ളത്. മഡ് വോൾക്കാനോസിന് ഇറപ്റ്റ് ചെയ്യുന്നത് ലാവ ആണ്. ആ ലാവ ഭയങ്കര കൂളായിരിക്കും. ഓക്കെ, അത് തൊട്ട് കഴിഞ്ഞാലൊന്നും അങ്ങനെ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുറച്ച് ചൊറിച്ചിൽ കാണും. ഈ ഇടയ്ക്കും 2000-കളിൽ മഡ് വോൾക്കാനോസ് ഇറപ്റ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ ആളുകൾ അതൊക്കെ എടുത്ത് ദേഹത്തൊക്കെ തേച്ചു. അവസാനം അവർക്ക് ചൊറിഞ്ഞുകൊണ്ട് പോയി. വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു മെഡിസിനൽ വാല്യൂ എന്ന് പറഞ്ഞിട്ട് തേച്ചതാണ്. വേറെ പ്രശ്നം ചൂട് അങ്ങനത്തെ ഒന്നുമില്ല. മോൾട്ടൻ ലാവ അല്ല. കുറച്ച് മിനറൽ കണ്ടൻസ് ഉണ്ടാവാം, പക്ഷേ അതിൻ്റെ കൂടെ മീഥെയിൻ ഗ്യാസ് എപ്പോഴും എമിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ ചെറിയ ബേണിങ്ങും ബ്ലബ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ബ്ലബ് മീൻസ് വെള്ളം പോലെ ഇങ്ങനെ വന്ന് കുമിള ഇങ്ങനെ ഗ്ലും എന്ന് ശബ്ദം ഉണ്ടാക്കില്ലേ, അതാ ബ്ലബ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ 24 hours ഈ ബ്ലബ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ എത്താറായിട്ടോ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. കാരണം നമ്മുടെ വണ്ടി ഒത്തിരി തവണ ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും അവർക്ക് നമുക്ക് ടിപ്പൊക്കെ വേണമെന്ന് വെച്ചാൽ കൊടുക്കാം. അത്ര നല്ല ഹെൽപ്ഫുള്ളാണ്. നമ്മളിതുപോലത്തുള്ള കവറ്, പ്ലാസ്റ്റിക് കവറ് കാലിൽ കെട്ടിയിട്ടേ പോകാൻ പറ്റും. ആ കവറ് പോകാൻ നേരം എല്ലാവരും അഴിച്ചിട്ടിട്ടാണ് ആ ഒരു സീൻ നിങ്ങൾ കാണുന്നത്. ഇവിടെ ക്ലീൻ ചെയ്യലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇനിയും വോൾക്കാനിക് എറപ്ഷൻസ് ഉണ്ടാവാൻ പ്രോൺ ആയിട്ടുള്ള സ്ഥലമാണ്. ഗൈഡ് നമ്മളിങ്ങനെ ഓടിച്ചാടി വന്ന് ഹെൽപ്പ് ചെയ്യും. ഓരോരുത്തരായിട്ട് പിടിച്ചിട്ട് മൂപ്പരാൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. നമ്മുടെ കാലൊന്നും അഴുക്കാവാതിരിക്കാനും കൂടിയിട്ടാണ്. നമുക്ക് തിരിച്ച് വണ്ടി കയറണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ കവർ ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വന്നാൽ നമ്മൾ കാണുന്ന ഓരോ കുഞ്ഞു കുന്നും ഓരോ വോൾക്കാനിക് എറപ്ഷൻസാണ്. അകത്ത് നിന്ന് ഇങ്ങനെ ഒരു ഗ്യാസ്, മീഥെയിനാണ് ഗ്യാസ്, അത് എമിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ കുമിളകൾ ഉണ്ടാകുന്നത്. പിന്നെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലെയിമും കൂടെ ഉണ്ട്. അതെൻ്റെ അസർബൈജാൻ ലോങ് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് പോവാണ്. അതിന് മുമ്പായിട്ട് ഞങ്ങൾ കുറച്ച് ക്ലിക്സൊക്കെ എടുത്തിട്ടുണ്ട്, അത് കാണിക്കാം. നല്ല തണുപ്പാണ് അവിടെ. ഇത് തൊട്ടെന്ന് വെച്ചിട്ട് യാതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് അത് വാരി ദേഹത്തൊന്നും തേക്കൊന്നും വേണ്ട. കുറേ ഭംഗിയുള്ള ഒത്തിരി കാഴ്ചകളിൽ ഒന്നാണ് ഈ മഡ് വോൾക്കാനോയും. അത് നമ്മൾക്ക് ഈ രാജ്യത്തായിരിക്കും ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളിവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മഴയില്ലാത്ത സമയത്ത് പോകണം. മഴയാണെങ്കിൽ ഒത്തിരി കൂടി ചെളി കുണ്ടായിപ്പോവും. അതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറ്റി വിടില്ല. അപ്പോൾ നിങ്ങളുടെ അസർബൈജാൻ ഡേയ്സിൽ ആദ്യത്തെ 2-ാമത്തെ ദിവസം തന്നെ ഇതങ്ങ് പ്ലാൻ ചെയ്തേക്കണം കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് ഡേയിലേക്ക് വെച്ചാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരാണ് പോയിട്ടുണ്ടായത്. അന്ന് ഗോബുസ്ഥാൻ മലനിരകൾ, ആ വലിയ എൻക്രേവിങ്സ് ഒക്കെ ഉള്ളത്. പണ്ട് ഇവിടെ വെള്ളമായിരുന്നു, അതെങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് കണ്ടോ, ഞാൻ ലാവ തൊട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും ന്യൂസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഞാൻ ഉടനെ തന്നെ അസർബൈജാൻ ഫുൾ ട്രിപ്പ് ലോങ് വീഡിയോ 4 days അല്ലെങ്കിൽ 5 days എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, അതിന് മുമ്പ് ഈ വീസ എങ്ങനെ എടുക്കും, ഇതിൻ്റെ ഒക്കെ വീഡിയോയും കൂടി ഇതേ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.